അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വന്നിക്കുവാണ്. സ്റ്റിച്ചിങ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വിചാരിക്കും ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഞാനാണെന്ന്. അതൊന്നും അല്ല, ഇത് ഓൾറെഡി വേറൊരാൾ സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസ്. ഞാൻ കുറച്ച് വർക്ക് പണികൾ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സൊക്കെ ഞാനിവിടെ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കയ്യിലും നെക്ക് പോർഷനിലുമാണ് വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പിൻട്രസ്റ്റ് നോക്കിയിട്ട് നോക്കിയിട്ടൊരു മോഡലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് വേഗം ചെയ്ത് തീരുമെന്ന്. കാണുമ്പോൾ തോന്നും വേഗം തീരുമെന്ന്, പക്ഷേ നല്ല ടൈം കൺസ്യൂമിങ് ആട്ടോ. ഇതൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം. ഞാനങ്ങനെ ചെയ്തതിന് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ല. പിന്നെ കുറച്ചൊക്കെ ഞാൻ ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത്. പഴയ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബാക്ക് നെക്കാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് നെക്കിൽ മൊത്തം ഞാൻ ഒട്ടിച്ചാട്ടോ വെച്ചത്. കുറച്ചൊക്കെ ഇളകി പോയിട്ടുണ്ട്, കാരണം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതൊരു വട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്നായിട്ടെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ബാക്കിൽ വള്ളി വരുന്നുണ്ട്. അപ്പോൾ ആ വള്ളിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു കൊഞ്ചലം മേടിച്ചിട്ടുണ്ട്. അതും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സാരി. ഇതേത് സാരി എന്ന് പറയാം, എൻ്റെ എൻഗേജ്മെൻറ്റ് അന്ന് അമ്മ എടുത്ത സാരി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക് പണികളെല്ലാം ചെയ്തത്. പിക്സ് ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം.